JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Tax Act 1961 was effective from a dash. അതായത് ഈ ആദായ നികുതി നിയമം 1961 ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വന്നു. ഫസ്റ്റ് വൺ 1/4/1961, second one 1/4/1962, third one 1/10/1961, fourth one 1/7/1961. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 2 3, ഓപ്ഷൻ സി 1 3 4, ഓപ്ഷൻ ഡി only 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The taxes are charged as per the rates given in Finance Act. These rates are dash. അതായത് ഫിനാൻസ് ആക്ടിൽ നൽകിയിരിക്കുന്ന നിരക്കുകൾ അനുസരിച്ചാണ് നികുതി ഈടാക്കുന്നത്. ഈ നിരക്കുകൾ ഡാഷ്. ഫസ്റ്റ് വൺ നോർമൽ റേറ്റ്സ്, സെക്കൻഡ് വൺ സ്പെഷ്യൽ റേറ്റ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നൈദർ 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. അസസി ഇൻക്ലൂഡ്സ് ഡാഷ്. അതായത് അസസി ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഹാസ് ബീൻ ടേക്കൻ. സെക്കൻഡ് വൺ എ ഡീംഡ് അസസി, തേർഡ് വൺ എ അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ആദായ നികുതി നിയമപ്രകാരമുള്ള ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി, സെക്കൻഡ് വൺ ഒരു നിരൂപകൻ, തേർഡ് വൺ സ്ഥിരസ്ഥിതിയിൽ ഒരു മൂല്യം നിർണയക്കാരൻ. അതാണ് മൂന്നെണ്ണം ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 2 and 2 both, ഓപ്ഷൻ സി 1 and 3 both, ഓപ്ഷൻ ഡി 1 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. The term company defined under section 217 of the Income Tax Act 1961 includes a dash. അതായത് 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 217 പ്രകാരം നിർവചിച്ചിരിക്കുന്ന കമ്പനി എന്ന പദത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഏതുൾപ്പെടുന്നു? ഫസ്റ്റ് വൺ എനി ഇന്ത്യൻ കമ്പനി, സെക്കൻഡ് വൺ എനി ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ under the laws of a foreign country, that is a foreign company, third one any institution, association or body which is under the Indian Income Tax Act 1922 or which is or was assessed able or was assessed under this act as a company for any assessment year commencing on or before the first day of April 1970. Option നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 and 2 both, ഓപ്ഷൻ സി 1 2 and 3, ഓപ്ഷൻ ഡി none of the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. The person as defined under section 231 of the Income Tax Act includes. അതായത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 231 പ്രകാരം നിർവചിച്ചിരിക്കുന്ന വ്യക്തിയിൽ ഉൾപ്പെടുന്നു ഡാഷ്. ഫസ്റ്റ് വൺ ആൻ ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ എ കമ്പനി, തേർഡ് വൺ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 2, ഓപ്ഷൻ സി 1 2 3, ഓപ്ഷൻ ഡി നൈദർ 1 nor 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1 2 3. അടുത്ത ക്വസ്റ്റ്യൻ. എ ലോക്കൽ അതോറിറ്റി മീൻസ്. അതായത് ഒരു പ്രാദേശിക അധികാരം അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് വൺ പഞ്ചായത്ത്, സെക്കൻഡ് വൺ മുനിസിപ്പാലിറ്റി ഓർ മുനിസിപ്പൽ കമ്മിറ്റി, തേർഡ് വൺ കണ്ടോൺമെന്റ് ബോർഡ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 2, സെക്കൻഡ് വൺ ഓപ്ഷൻ ബി 1 2 3, ഓപ്ഷൻ സി ബോത്ത് 1 and 2,
ഓപ്ഷൻ ഡി ബോത്ത് 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഇൻക്ലൂഡ്സ് എ ഡാഷ്. അതായത് കൃത്രിമ ജൂറിഡിക്കൽ വ്യക്തിയിൽ ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ ഗോഡ്, ഡൊണേഷൻസ് ആൻഡ് ഓഫറിംഗ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രീസ്റ്റ്. സെക്കൻഡ് വൺ ഐഡിയൽസ് ആൻഡ് ഡീറ്റീസ്. തേർഡ് വൺ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ബോത്ത് 1 and 3, ഓപ്ഷൻ സി നൈദർ 2 nor 3, ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 224 ഡെഫിനിഷൻ ഓഫ് ഇൻകം ഈസ് എ ഡാഷ്. അതായത് സെക്ഷൻ 224 പ്രകാരം വരുമാനം എന്നതിന്റെ നിർവചനം ഡാഷ്. ഫസ്റ്റ് വൺ ഇൻക്ലൂസീവ്, സെക്കൻഡ് വൺ എക്സോസ്റ്റീവ്, തേർഡ് വൺ എക്സ്ക്ലൂസീവ്, ഫോർത്ത് വൺ ഡിസ്ക്രിപ്റ്റീവ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ബോത്ത് 1 and 4, ഓപ്ഷൻ സി ഓൺലി 3, ഓപ്ഷൻ ഡി ഓൺലി 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 1. അടുത്ത ക്വസ്റ്റ്യൻ. Income of the previous year is assessed to tax in the assessment year. Previous year under section 3 of the Income Tax Act is a dash. അതായത് മുൻ വർഷത്തെ വരുമാനം അസസ്മെന്റ് വർഷത്തിൽ നികുതിയായി കണക്കാക്കുന്നു. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം കഴിഞ്ഞ വർഷം ഡാഷ്. ഫസ്റ്റ് വൺ ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ്സ് ദ അസസ്മെന്റ് ഇയർ. സെക്കൻഡ് വൺ ദ date on which a new source of income comes into existence and ending with the 31st March of that financial year in case of first previous year. The previous so to section 3(1). Third one, generally a period of 12 months beginning with 1st April and ending on 31st March of the next year. Option A only 1, option B neither 1 nor 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി ബോത്ത് 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. അസസ്മെന്റ് ഇയർ ആസ് പെർ സെക്ഷൻ 29 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് മീൻസ് ദ ഡാഷ്. അതായത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 2(9) പ്രകാരം അസസ്മെന്റ് ഇയർ അർത്ഥമാക്കുന്നത് ഫസ്റ്റ് വൺ പീരീഡ് ഓഫ് 12 months commencing on the first day of April every year. Second one, year immediately succeeding the previous year. Third one, a year in which income earned in the previous year is assessed to tax. Option A 1, 2, 3, option B 1, 2, option C 1, 3, option D 2, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. The exception to the fact that income of the previous year is taxed in the assessment year includes. അതായത് മൂല്യനിർണയ വർഷത്തിൽ മുൻ വർഷത്തെ വരുമാനത്തിന് നികുതി ചുമത്തുന്നു എന്ന വസ്തുതയ്ക്ക് ഒഴിവാക്കൽ ഉൾപ്പെടുന്നു. നോക്കാം. ഫസ്റ്റ് വൺ, എ നോൺ റെസിഡന്റ് carrying shipping business and earning income from carrying passengers, livestock, goods from port in India. Second one, is the assessing officer is of the opinion that individual may leave India permanently during the year. Third one, is the assessing officer is of the opinion that an association of person or body of individual is formed for a particular event and is created and dissolved during the year. Option A 1, 2, option B 1, 2, 3, option C neither 1 nor 3, ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. In which of the following cases income of previous year is assessable in the previous year itself? അതായത് താഴെ പറയുന്ന ഏതൊക്കെ സന്ദർഭങ്ങളിൽ മുൻ വർഷത്തെ വരുമാനം മുൻ വർഷം തന്നെ വിലയിരുത്താവുന്നതാണ്? ഫസ്റ്റ് വൺ, അസസ്മെന്റ് ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ. Second one, a person who is into illegal business. Third one, a person who is running a charitable institution. Option A only 1,
Option B 1 and 2 both. Option C 1 and ID both. Third one option D 1, 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. only 1. അടുത്ത ക്വസ്റ്റ്യൻ. Mr. Hassan had discontinued business on 13th July 2020. His income from the business shall be taxed dash. അതായത് 2020 ജൂലൈ 30 മിസ്റ്റർ ഹസൻ ബിസിനസ് അവസാനിപ്പിച്ചു. ബിസിനസ്സിൽ നിന്നുള്ള അവന്റെ വരുമാനത്തിന് നികുതി ചുമത്തും. ഫസ്റ്റ് വൺ in the AY 2020-21 as per Part 3 of First Schedule of Finance Act 2020. Second one in the AY 2021-22 as per Part 1 of First Schedule of Finance Act 2021. Option A both A and B. Option B either A or B as per the discretion of assessing officer. Option C only 1. Option D only 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം അണ്ടർ സെക്ഷൻ 224 ഇൻക്ലൂഡ്സ്, അതായത് ഇൻകം 224 അത് 224 ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് എ ബാങ്കിങ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ഇറ്റ്സ് മെമ്പേഴ്സ്. സെക്കൻഡ് വൺ എനി അഡ്വാൻസ് മണി forfeited in the course of negotiations or for transfer of capital asset. Choose the correct opinion with a reference to the above statements. Option A both 1 and 2. Option B only 1. Option C only 2. Option D neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ഇൻക്ലൂഡ്സ് ഇൻകം ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ റെസിപ്റ്റ് ഡ്യൂ ടു devaluation of currency. Second one temporary income. Third one receipt on account of dharmada. Option A 1 and 2. Option B 1, 2 and 3. Option C 2 and 3. Option D 1 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻക്ലൂഡ്സ്, അതായത് സ്ഥിരമായ സ്ഥാപനം ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ എ പേഴ്സൺ ഓർ എ പ്ലേസ്. ഓപ്ഷൻ സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ സൈറ്റ്. തേർഡ് വൺ ബിസിനസ് പ്രിസർവ്. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി 1, 2. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The following additional conditions are to be satisfied by an individual to be resident and ordinarily resident in India. അതായത് ഇന്ത്യയിൽ സ്ഥിര താമസമാക്കാനും സാധാരണ താമസിക്കാനും ഇനി പറയുന്ന അധിക വ്യവസ്ഥകൾ ഒരു വ്യക്തി പാലിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ he is a resident in at least any 2 out of the 10 previous years immediately preceding the relevant previous year. Second one he has been in India for 730 days or more during the 7 previous year immediately preceding the relevant previous year. Option A both the 1 and 2 above. Option B none of the above. Option C neither 1 nor 2. Option D only 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. both the 1 and 2 above. അടുത്ത ക്വസ്റ്റ്യൻ. Following are 2 sentences. Find out correct sentence. അതായത് ഇനി പറയുന്ന 2 വാക്യങ്ങൾ ശരിയായ വാക്യം കണ്ടെത്തുക. ഫസ്റ്റ് വൺ ഇൻകം ടാക്സ് ഈസ് വൺ ഓഫ് ദ ഫോം ഓഫ് ഡയറക്റ്റ് ടാക്സസ്. സെക്കൻഡ് വൺ ദിസ് ടാക്സ് ഈസ് ലെവിയബിൾ ആൻഡ് കളക്റ്റഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി both 1 and 2. ഓപ്ഷൻ സി only 2. ഓപ്ഷൻ ഡി both wrong sentence. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് ആക്ട് 1961 imposed on, അതായത് 1961 ആദായ നികുതി നിയമം ഡാഷ് മേൽ ചുമത്തി. ഫസ്റ്റ് വൺ ലീഗൽ ഇൻകം. സെക്കൻഡ് വൺ ഇല്ലീഗൽ ഇൻകം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 2. ഓപ്ഷൻ സി both 1 and 2. ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. both 1 and
2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഡാഷ്. ആദായ നികുതി ഡാഷ് ചുമത്തുന്നു. ഫസ്റ്റ് വൺ ഹാഫ് ഇയർലി, സെക്കൻഡ് വൺ annually, തേർഡ് വൺ മന്ത്ലി, ഫോർത്ത് വൺ ഡെയിലി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി 1, 2, 3, 4, ഓപ്ഷൻ ഡി 2, 3, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. only 2 ആനുവലി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.